നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് വീണ്ടും പുലി. തത്തേങ്ങലത്തെ ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. കെട്ടിയിട്ടിരുന്ന വളർത്തുനായയെ പുലി കടിച്ചു കൊന്നു. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ UDF-നേറ്റ പരാജയം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ജില്ലാ നേതൃത്വത്തിന് വാർഡ് കമ്മിറ്റിയുടെ പരാതി. വാർഡ് കമ്മിറ്റിയിലെ കൗൺസിലർ പദവി റദ്ദാക്കി. മണ്ണാർക്കാട് നഗരസഭാ ഉപാധ്യക്ഷനെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. മുതിർന്ന നേതാവ് K. ബാലകൃഷ്ണനൊപ്പം തെന്നാരി വാർഡിൽ നിന്നും വിജയിച്ച AK രാധാകൃഷ്ണനും ഉപാധ്യക്ഷ പദവിക്കായി രംഗത്ത്. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂ പ്രൈം മണി ധനകാര്യ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി ഇടപാടുകാർ. പണയ സ്വർണം തിരിച്ചു നൽകാതെ കബളിപ്പിക്കുന്നതായി ഇടപാടുകാർ. കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ്. ആരോപണം നിഷേധിച്ച സ്ഥാപന അധികൃതർ. വാഹനങ്ങളുടെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് നിരക്ക് പിൻവലിക്കണമെന്ന ആവശ്യം. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രക്ഷോഭത്തിൽ. പട്ടാമ്പിയിൽ RTO ഓഫീസിലേക്ക് മാർച്ച്. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. കെട്ടിയിട്ടിരുന്ന വളർത്തുനായയെ പുലി കടിച്ചു കൊന്നു. ഒരിടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച രാത്രിയാണ് തത്തേങ്ങലത്തെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയത്. തത്തേങ്ങൽ സ്വദേശി ബിജുവിന്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയെ കടിച്ചുകൊല്ലുകയായിരുന്നു. ഭൂരിഭാഗവും ഭക്ഷിച്ച നിലയിലാണ്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചു. കൂടുവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പുഴ വാക്കോട് പുലി കുടുങ്ങിയിരുന്നു. കുടുങ്ങിയ പുലിയെ ശിരിവാണി ഉൾവനത്തിലാണ് തുറന്നുവിട്ടത്. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ UDF-ന്റെ പരാജയം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട വാർഡ് കമ്മിറ്റിയുടെ ശുപാർശ. ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടിക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിക്ക് വാർഡ് കമ്മിറ്റി കത്ത് നൽകിയത്. വാർഡ് കമ്മിറ്റിയിലെ കൗൺസിലർ പദവി റദ്ദാക്കുകയും ചെയ്തു. കോയക്കുട്ടിയുടെ വാർഡായ പുത്തല്ലം വാർഡ് കമ്മിറ്റിയാണ് കത്ത് നൽകിയത്. ലീഗിന്റെ സംഘടനാ ഘടനയനുസരിച്ച് വാർഡ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മേൽക്കമ്മിറ്റിയിലെ സ്ഥാനങ്ങൾക്ക് പരിഗണിക്കുന്നത്. പുത്തില്ലം വാർഡ് കമ്മിറ്റിയിൽ കൗൺസിലറായ കോയക്കുട്ടി നിലവിൽ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. UDF സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ രഹസ്യമായും പരസ്യമായും കോയക്കുട്ടി പ്രവർത്തിച്ചുവെന്നും ഇതിന്റെ ഫലമായി 30 വർഷമായി UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണം UDF-ന് നഷ്ടമായെന്നും വാർഡ് കമ്മിറ്റി നേതൃത്വത്തിന് നൽകിയ കത്തിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കൗൺസിലർ പദവി റദ്ദാക്കാൻ വാർഡ് കൗൺസിൽ തീരുമാനിച്ചു. UDF-ന് കിട്ടാക്കനിയായിരുന്ന വാർഡുകൾ കഴിഞ്ഞ 3 തവണ UDF-ന് അനുകൂല വിജയം നേടിത്തന്ന മുസ്തഫ റോഡിനെ ഇത്തവണ 5-ാം വാർഡിൽ പരാജയപ്പെടുത്താൻ ഇടത് നേതാക്കളുമായി കോയക്കുട്ടി രഹസ്യധാരണയുണ്ടാക്കിയെന്നും സ്വന്തം വാർഡായ പുത്തില്ലത്തും സമാന ശ്രമം നടത്തിയെങ്കിലും നേരിയ വോട്ടിന് UDF സ്ഥാനാർത്ഥി വിജയിച്ചുവെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു. വാർഡ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കുന്നതിലൂടെ അദ്ദേഹം മേൽക്കടകളിൽ നിന്ന് നേടിയെടുത്ത സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. പ്രസിഡന്റ് MM സലീം, ജനറൽ സെക്രട്ടറി ഹുസൈൻ കാക്കാടൻ, ട്രഷറർ CK ഹംസ എന്നിവരാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭാ ഉപാധ്യക്ഷ പദവിയുടെ കാര്യത്തിൽ കോൺഗ്രസിൽ അന്തിമ തീരുമാനമായില്ല. മുതിർന്ന നേതാവ് K. ബാലകൃഷ്ണനെ കൂടാതെ തെന്നാരി വാർഡിൽ നിന്ന് വിജയിച്ച AK രാധാകൃഷ്ണനും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. മണ്ണാർക്കാട് നഗരസഭയുടെ ചുമതലയുള്ള UDF കൺവീനർ A. ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം അന്തിമ തീരുമാനമാകാതെ പിരിഞ്ഞു. ഭരണരംഗത്ത് പരിചയസമ്പന്നരായ K. ബാലകൃഷ്ണന് ആദ്യ 2.5 വർഷവും ബാക്കി 2.5 വർഷം രാധാകൃഷ്ണന് നൽകുകയും നഗരസഭാ അധ്യക്ഷ പദവി അവസാന 1 വർഷം കോൺഗ്രസിന് നൽകണമെന്ന് ലീഗിനോട് ആവശ്യപ്പെടാനുമാണ് അന്നത്തെ യോഗം ചർച്ച ചെയ്തത്. എന്നാൽ ഉപാധ്യക്ഷ പദവി 2.5 വർഷം പങ്കുവയ്ക്കുന്നതിനോട് ബാലകൃഷ്ണൻ എതിർപ്പ് അറിയിച്ചതായാണ് വിവരം. ഇതേ തുടർന്ന് അന്തിമ തീരുമാനത്തിലെത്താതെ പിരിയുകയായിരുന്നു. നഗരസഭയിൽ വ്യാഴാഴ്ചയാണ് അധ്യക്ഷന്റെയും ഉപാധ്യക്ഷന്റെയും തിരഞ്ഞെടുപ്പ്. ബുധനാഴ്ചയെങ്കിലും അന്തിമ തീരുമാനത്തിലെത്തണം. ബാലഗോപാലിനെ കൂടാതെ DCC ജനറൽ സെക്രട്ടറിമാരായ P. അഹമ്മദ് അഷ്റഫ്, PR സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, VV ഷൗക്കത്ത് അലി, K. ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട കോർ കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂ പ്രൈം മണി എന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി ഇടപാടുകാർ. പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനെത്തിയപ്പോൾ സ്വർണം ലേലത്തിൽ പോയെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് കാണിച്ച് 6ഓളം പരാതികൾ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. കടമ്പഴിപ്പുറം വേട്ടേക്കര സ്വദേശി ബിന്ദു ഉൾപ്പെടെ 6ഓളം പേരാണ് ധനകാര്യ സ്ഥാപനത്തിനെതിരെ ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയത്. 2023 താൻ 11 പവൻ സ്വർണം ന്യൂ പ്രൈം മണി എന്ന സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്നെന്നും ഇപ്പോൾ തിരിച്ചെടുക്കാനായി ചെന്നപ്പോൾ സ്വർണം നഷ്ടത്തിൽ ലേലത്തിൽ പോയെന്ന് പറയുകയും പിന്നീട് പൊതുപ്രവർത്തകർക്കൊപ്പം ചെന്ന് സംസാരിച്ചപ്പോൾ പണം നൽകാമെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്നും ബിന്ദു പറഞ്ഞു.
കടമ്പഴിപ്പുറത്ത് പ്രൈം മണി എന്നുള്ള സ്ഥാപനത്തിൽ ഞാൻ എൻ്റെ ഒരു 11 ഗ്രാം സ്വർണം 11 പവൻ സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. 2023 വെച്ചത്. പലിശയൊക്കെ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിടയ്ക്ക് എടുക്കാൻ പോയപ്പോൾ അവരത് ലേലത്തിൽ പോയി പറഞ്ഞു. അപ്പോൾ അതിന് നോട്ടീസും കാര്യങ്ങളൊന്നും ഒന്നും അറിയിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ അത് ഇതിന്റെ ബാലൻസ് എമൗണ്ടും കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവരാദ്യം പറഞ്ഞത് അത് നഷ്ടത്തിലാണ് ഞങ്ങൾക്ക് പോയത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും അറിയിക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അത് നഷ്ടത്തിലായതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയിക്കേണ്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ പൊതുപ്രവർത്തകരെയൊക്കെ കൂട്ടി പോയപ്പോഴാണ് അവർ പറഞ്ഞത് അതിലൊരു 56,000 രൂപ അധികം ഉണ്ട്, അത് പ്ലസ് ഒരു വർഷത്തെ ഇൻട്രസ്റ്റും ചേർത്തിട്ട് തരാൻ തയ്യാറാണെന്ന്. പക്ഷെ എനിക്ക് എന്റെ സ്വർണം തന്നെ കിട്ടിയാൽ മതി. അത് അവര് തരുന്ന പൈസ വാങ്ങിയിട്ട് മിണ്ടാണ്ടിരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത് പൈസ ആയിട്ട് തന്നെ തരണം. വലിയൊരു തട്ടിപ്പാണ് അവർ ഇതിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള കുറെ ആൾക്കാർക്ക് ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം. പണയസ്വർണം സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത് ലേലം ചെയ്തു എന്നല്ലാതെ മറ്റൊന്നും അവർ പറയുന്നില്ലെന്നും പരാതിക്കാരായ വിജയലക്ഷ്മി, ഇന്ദിര, സുമതി എന്നിവരും പറഞ്ഞു. ഞങ്ങൾ കടമ്പഴിപ്പുറം പ്രൈമറി ശാഖയിൽ സ്വർണ്ണാഭരണങ്ങൾ വെച്ചിട്ട് പലതവണയായിട്ടും ഞങ്ങൾ എടുക്കാൻ ചെന്നപ്പോൾ പലിശ അടച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. പലതവണയായിട്ട് എടുക്കാൻ ചെന്നപ്പോൾ സാധനം തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ പരാതി നൽകി. തരില്ല എന്ന് പറയും. ഞങ്ങൾ പോയി പലതവണ പറ്റില്ല അത് അവിടെ. അപ്പൊ ഞങ്ങൾ ഹെഡ് ഓഫീസിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഹെഡ് ഓഫീസിലേക്ക് പോയപ്പോൾ അവര് പറഞ്ഞു ഭയങ്കര അത് ചൊറയായിട്ട് പോകും, നിങ്ങൾ ഉണ്ടാതിരുന്നോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ലേലത്തിൽ പോയി പലതവണയായിട്ട് ഞങ്ങൾ ചെന്ന് ചോദിച്ചതാണ്. അപ്പൊ അത് കാരണം ലേലം ചെയ്തു വെച്ചു. പിന്നെ ഞങ്ങൾ പണിക്ക് പോയ സമയത്ത് ഇന്ന് ലേലാണ് പറഞ്ഞ് അവര് വിളിക്കും. പക്ഷെ പണിസ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് പോരാൻ പറ്റില്ല. പെട്ടെന്ന് ലേലാണ് പറഞ്ഞ് വിളിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നത്. അതാണ് കാരണം. അവിടെ ചെന്നപ്പോ ഞാൻ പോയി അപ്പൊ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞെടുക്കാൻ പോയപ്പോ ശരിയാ പറഞ്ഞു. ഞങ്ങൾ ഓരോ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് ഓരോരുത്തരിൽ നിന്ന് കുടുംബക്കാരുടെ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള സ്വർണ്ണമാണ്. അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഞങ്ങൾ പോയാലും നല്ല കുടുംബക്കാരെ തിരിച്ചു കിട്ടുന്നു. സ്ഥാപനത്തിനെതിരെ BJP പ്രവർത്തകരും രംഗത്ത് വന്നു. ധനകാര്യ സ്ഥാപനമായിട്ടും സ്വർണവും പണവും സൂക്ഷിക്കുവാൻ വേണ്ട ലോക്കറുകൾ പോലും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും എങ്ങനെയാണ് ഇവർക്ക് ലൈസൻസ് ലഭിച്ചതെന്ന് അന്വേഷിക്കണമെന്നും ഉന്നതാധികാരികൾക്കും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും പരാതി നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും BJP ജനറൽ സെക്രട്ടറി N. സച്ചിദാനന്ദൻ പറഞ്ഞു. ഈ പ്രൈം മണി എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഏകദേശം 5 or 6 ശാഖകൾ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ശാഖകളിൽ എവിടെയും തന്നെ ഒരു ധനകാര്യ സ്ഥാപനം എന്ന് പറയുമ്പോൾ ആളുകളുടെ സ്വർണം പോലുള്ള വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ട ലോക്കറോ കാര്യങ്ങളോ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇതുപോലുള്ള തട്ടിപ്പുകൾ, വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ സ്ഥാപനവുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ടുള്ള രീതിയിൽ ഇതിന്റെ ലൈസൻസ് കൊടുത്ത അധികാരികളുടെ അടുത്തടക്കം ചോദിക്കാനുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർക്കടക്കം ഉന്നത അധികാരികൾക്കും അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനടക്കം പരാതികൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് ഞങ്ങളുമായി സമീപിക്കുന്നത്. വ്യാപകമായിട്ടുള്ള രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. എന്നാൽ പണയസ്വർണത്തിന്റെ ലേല നടപടികൾ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പരാതിക്കാരെ അറിയിച്ചിരുന്നതായും പിന്നീട് സ്വർണത്തിന്റെ മുഴുവൻ പണവും തിരികെ നൽകണമെന്ന് പറഞ്ഞ് തുടരെ ആരോപണമുന്നയിക്കുകയും സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയുമാണെന്നും ന്യൂ പ്രൈം മണി ഏരിയ മാനേജർ ഹരീഷ് PV, സഞ്ജയ് P എന്നിവർ പറഞ്ഞു. കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ന്യൂ പ്രൈം മണി ഫിനാൻസിന്റെ കടമ്പഴിപ്പുറം ശാഖയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ കമ്പനിക്കെതിരെ ആരോപിക്കുന്നത് നമ്മൾ ലേലത്തിൽ എടുത്ത സ്വർണം കസ്റ്റമേഴ്സിനെ നമ്മൾ അറിയിച്ചിട്ടില്ലെന്നും അവരോട് പറയാതെ നമ്മളത് എടുത്ത് വിറ്റു എന്നുള്ളതുമാണ് അവർ പ്രധാനമായിട്ടും ആരോപിക്കുന്ന ഒരു കാര്യം. അതിന്റെ സത്യാവസ്ഥ എന്തെന്നാൽ 2022-23 കാലയളവിലാണ് ഈ പറയുന്ന ഗോൾഡ് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചിട്ടുള്ളത്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പലതവണ കസ്റ്റമേഴ്സിന് ഫോൺ കോളിലൂടെ ബന്ധപ്പെടുകയും അത് കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ നേരിട്ട് അക്നോളജ്മെന്റ് വെച്ചിട്ട് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളതുമാണ്. ഒരാൾക്ക് 3-4 തവണ അക്നോളജ്മെന്റ് അയച്ചതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇതെല്ലാം തന്നെ കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തിയിട്ട് അവർ ഇതിനൊന്നും അംഗീകരിക്കാത്ത തരത്തിലുള്ള കമന്റുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇന്ദിര, സുമതി, ജ്യോതി, കാർത്തിയായനി, വിജയലക്ഷ്മി
ഈ 5 കസ്റ്റമേഴ്സാണ് നമുക്കെതിരെ ഇപ്പോൾ ആരോപണമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ 5 പേരിൽ 3 പേര് ഇപ്പോഴും കാർത്തിയായനി, സുമതി, ജ്യോതിലക്ഷ്മി, ഈ 3 പേര് ഈ ലേലത്തിന് ശേഷവും പല തവണകളായി നമ്പർ എടുത്ത് ഗോൾഡിൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ളതും ഗോൾഡ് വെച്ചിട്ടുള്ളതും തിരിച്ചെടുത്തിട്ടുള്ളതുമായ ആൾക്കാരാണ്. 1 വർഷമാണ് നമ്മുടെ ബാങ്കിന്റെ കാലാവധി എന്ന് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ അവലംബിക്കുന്ന മറ്റൊരു ആരോപണം. ഈ ലേലം വെക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു കസ്റ്റമേഴ്സ് ആണെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ വാലിഡിറ്റി ഇത്ര ദിവസമാണെന്നും ഗോൾഡ് കൊണ്ട് ഇൻട്രസ്റ്റ് ഇത്ര ആയിട്ടാണെന്നും ആദ്യമേ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. പക്ഷെ അവർ ഇപ്പോൾ ആരോപിക്കുന്നത് അവരെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. വാഹനങ്ങളുടെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് നിരക്ക് പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടാമ്പിയിൽ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രതിഷേധം ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെ തൊഴിലാളി വിരുദ്ധ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിലേക്കുള്ള മാർച്ചാണ് പ്രിയമുള്ളവരെ. നിരവധി തൊഴിലാളികൾ അണിനിരന്നുകൊണ്ട് ഈ വാഹനത്തിന്റെ പിറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വാഹനം ഓടിക്കുന്ന തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിരവധി തൊഴിലാളികൾ മനസ്സായി പങ്കെടുക്കുന്ന മേലെ പട്ടാമ്പയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. വാഹനങ്ങളുടെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് ഫീസ് പിൻവലിക്കുക, RTO ഓഫീസുകളിൽ 1 മണി മുതൽ ഗുണഭോക്താക്കൾക്ക് പ്രവേശനമില്ല എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി E ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. PP രാമചന്ദ്രൻ അധ്യക്ഷനായി. T ഉണ്ണികൃഷ്ണൻ, തോമസ്, M ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ നയങ്ങളും സമീപനങ്ങളുമായിട്ടാണ് കഴിഞ്ഞ 10-12 വർഷക്കാലം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ നിയമമാക്കി രാജ്യത്ത് നടപ്പാക്കാൻ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം. നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലകളെയും കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്ന, കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന നയവും സമീപനവുമാണ് BJP ഗവൺമെന്റ് പിന്തുടർന്നു പോരുന്നത്. ആ നയസമീപനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ തൊഴിലാളികളുടെ ക്ഷേമത്തെ മുൻനിർത്തി അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ ജീവിത പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് തൊഴിൽ നിയമങ്ങളുണ്ടായ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ചെർപ്പശ്ശേരിയിൽ നടന്നു. റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതീകരണ മേഖലയിലെ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്കായി അരനൂറ്റാണ്ടിലേറെയായി നിലകൊള്ളുന്ന പ്രസ്ഥാനമായ ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ 16ാമത് പാലക്കാട് ജില്ലാ സമ്മേളനമാണ് ചെർപ്പശ്ശേരി റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. മന്ത്രി MP രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ 16ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിന് നേരിട്ടെത്തിച്ചേരണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഔദ്യോഗികമായിട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളുള്ളതുകൊണ്ടാണ് നേരിട്ട് വരാൻ കഴിയാത്തത്. ഇതിനു മുമ്പ് പാലക്കാട് MP ആയി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും മറ്റും പലതവണ ഈ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത് സഹകരിക്കുന്ന ഒരു സംഘടനയാണ് ലൈസൻസ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ഈ സമ്മേളനത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എല്ലാ
അഭിവാദനങ്ങളും അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി അപ്പുണ്ണി അധ്യക്ഷത വഹിച്ചു. AKLWA സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് PK വിജയൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. സംസ്ഥാന പ്രസിഡന്റ് K മുഹമ്മദ് റഫീഖ്, ജില്ലാ സെക്രട്ടറി PK ശ്രീനിവാസൻ, ജില്ലാ ട്രഷറർ V മോഹനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MM സുനിൽകുമാർ, സംസ്ഥാന ട്രഷറർ C കൃഷ്ണദാസ്, സംസ്ഥാന ഓർഗനൈസർ N അനിൽകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ K കലാധരൻ, ജഗൻമോഹൻ കാരായിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ ഷിഹാബ് കോട്ടയ്ക്കൽ, K സുധാകരൻ, സ്വാഗത സംഘം ചെയർമാൻ KV ഷാജൂട്ടി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ VP മുഹമ്മദ് അലി, KVA ഫൈസൽ തുടങ്ങിയവരും വകുപ്പ് മേധാവികൾ, സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവർ പങ്കെടുത്തു. സംഘടനയുടെ 16ാമത് ജില്ലാ സമ്മേളനമാണ് ഇവിടെ ചേരുന്നത്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഘടനയുടെ സമ്മേളനങ്ങൾ, അതിൻ്റെ താഴെത്തട്ടിലുള്ള യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമ്മേളനങ്ങൾ ചേർന്നതിന് ശേഷമാണ് നിങ്ങൾ ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി കാസർഗോഡ് വെച്ച് ഇതിൻ്റെ സംസ്ഥാന സമ്മേളനം ചേരാൻ വേണ്ടി പോവുക. ഒട്ടേറെ വർഷങ്ങളായി ഈ മേഖലയിൽ ജോലിയെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക തൊഴിൽ മേഖലയിലെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളായും അതുപോലെ തന്നെ അത്തരം തൊഴിലാളികളെ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസർമാരുമായും നിയമാനുസൃതമായി അംഗീകാരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിക്കപ്പെട്ട ജോലികളും ചുമതലകളും ഭംഗിയായി നിർവഹിക്കപ്പെട്ട് തങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവരുടെ മാത്രമല്ല, പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ ആധികാരികമായി അംഗീകാരം നേടിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ നടത്തുന്നത്. വൈദ്യുത അപകടങ്ങളിൽപ്പെടുന്നവർക്ക് ഇൻഷുറൻസ് സംരക്ഷണം നൽകുക, സിവിൽ കോൺട്രാക്ടർമാർ ഇലക്ട്രിക്കൽ ജോലികൾ ഏറ്റെടുക്കുന്നത് നിയമം മൂലം നിരോധിക്കുക, സോളാർ, BESS, EV ചാർജിംഗ് ഇൻസ്റ്റലേഷനുകൾ ഉൾപ്പെടെയുള്ള പുതിയ ഊർജ്ജ സാങ്കേതിക വിദ്യകളിൽ അംഗങ്ങൾക്ക് പരിശീലനം നൽകുക, കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈദ്യുത അപകടങ്ങളും തീപിടുത്തങ്ങളും, മെറ്റീരിയൽസുകളുടെ ഗുണനിലവാരം, അനധികൃത വയറിംഗ് തൊഴിലാളികളുടെ പങ്ക്, അതിൽ പരിശോധന നടത്തുന്ന KSEB ലിമിറ്റഡ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും പരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, ഇലക്ട്രിക്കൽ മേഖലയിലെ വിദഗ്ധർ നയിച്ച ഓൺലൈൻ ക്ലാസുകൾ എന്നിവയുമുണ്ടായി. ചർച്ച, മറുപടി എന്നിവയ്ക്ക് ശേഷം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ഒറ്റപ്പാലം ലക്കിടിയിൽ ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയും മകളും മരിച്ച സംഭവത്തിൽ ലോറി ഡ്രൈവർ റിമാൻഡിൽ. പാലപ്പുറം പുലിയറ കീർത്തി വീട്ടിൽ മധുസൂദനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ലക്കിടി മംഗലം നമ്പ്യാത്തൊടിയിൽ അനൂപിന്റെ ഭാര്യ ശരണ്യ, മകൾ 5 വയസ്സുകാരി ആദിശ്രീ എന്നിവർ മരിച്ച കേസിലാണ് നടപടി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് മധുസൂദനെതിരെ കേസ്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മോഹൻദാസിന് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 8-ന് ലക്കിടി വായനശാലയ്ക്ക് സമീപമായിരുന്നു അപകടം. അമിത വേഗതയിലായിരുന്ന ടിപ്പർ ലോറി മറ്റൊരു വാഹനത്തെ മറികടന്നു വരുമ്പോഴാണ് അതേ ദിശയിൽ പോയിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചത്. തിരുവില്ലാമലയിലെ ശരണ്യയുടെ വീട്ടിൽ നിന്ന് ലക്കിടിയിലെ ഭർത്തൃ വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. ഇടവേള. വാർത്തകൾ തുടരുന്നു. കൂറ്റനാട് ചാലിശ്ശേരിയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ പ്രധാന പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. മന്ത്രി MB രാജേഷ് പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. 1 ലക്ഷത്തോളം ചതുരശ്ര അടിയുള്ള പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത പവലിയനാണ് സരസ് മേളയ്ക്കായി തയ്യാറാക്കുന്നത്. പ്രധാന വേദിയും 350 ഉൽപ്പന്ന വിപണന സ്റ്റാളുകളും 30 ഫുഡ് സ്റ്റാളുകളും ഇതിലുണ്ടാകും. 10ാമത്തെ ദിവസം സരസ് മേളയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ഘോഷയാത്ര വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഇനി മുതൽ ഏർപ്പെടണം. നമ്മൾ വീട് കയറി കണക്കത്തും പ്രോഗ്രാം നോട്ടീസും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വീട് ഒഴിവാക്കരുത്.
എല്ലാ വീട്ടിലും കുടുംബശ്രീയുടെ അയൽക്കൂട്ടാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇത് കൊടുക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പന്തൽ കാൽനാട്ടൽ ചടങ്ങിൽ മുൻ MLA TP കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, CDS ചെയർപേഴ്സൺ ലതാ സുഗുണൻ, പബ്ലിസിറ്റി കൺവീനർ സെയ്ദലവി P, CDS ചെയർപേഴ്സൺമാർ, വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ജനുവരി 2 മുതൽ 11 വരെയാണ് മേള നടക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സംരംഭകരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും തനത് ഭക്ഷണ വിഭവങ്ങളും ലഭ്യമാക്കുന്ന മേളയിൽ എല്ലാ ദിവസവും കലാ-സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. മലയോര ഹൈവേ നിർമ്മാണം. അലനല്ലൂർ ടൗണിൽ പൊടിശല്യത്താൽ പൊറുതിമുട്ടി ജനങ്ങൾ. നിർമ്മാണ കമ്പനി ഇടയ്ക്ക് നനയ്ക്കുന്നുണ്ടെങ്കിലും പൊടി ഉയരുന്നതിന് ശമനമില്ല. ചായക്കടകൾ ഉൾപ്പെടെ ഭക്ഷണ വസ്തുക്കൾ പാകം ചെയ്തു വിൽക്കുന്ന കടകൾ അടച്ചിട്ട സാഹചര്യമാണെന്ന് വ്യാപാരികൾ. ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. അയ്യപ്പൻകാവ് മുതൽ കണ്ണംകുണ്ട് റോഡ് ജംഗ്ഷൻ വരെ നിലവിലെ പാത പൂർണ്ണമായും പൊളിച്ചു. പുതിയ പാതയ്ക്കുള്ള നിലമൊരുക്കലാണ് നിലവിൽ നടന്നുവരുന്നത്. പൊളിച്ചിട്ട റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോഴുള്ള സ്ഥിതിയാണിത്. കടകളിലായാലും പൊതുസ്ഥലത്തായാലും മൂക്കടച്ചു വെച്ച് നിന്നില്ലെങ്കിൽ പൊടി മുഴുവൻ ശ്വസിക്കേണ്ടി വരും. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പരിസരം കാണാത്ത വിധത്തിലാണ് പൊടി ഉയരുന്നത്. നിർമ്മാണ കമ്പനി ഇടയ്ക്ക് നനയ്ക്കുന്നുണ്ടെങ്കിലും പൊടിശല്യത്തിന് യാതൊരു കുറവുമില്ല. ചെറു ചായക്കടകൾ ഉൾപ്പെടെ ഭക്ഷണം പാകം ചെയ്തു വിൽക്കുന്ന കടകൾ അടച്ചിട്ട സാഹചര്യമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് പറഞ്ഞു. ഇവിടുത്തെ പൊടിശല്യമാണ് എടുത്തു പറയാനുള്ളത്. പല വ്യാപാര സ്ഥാപനങ്ങളും നിർത്തിവെച്ചിട്ടുണ്ട്. ഉദാഹരണമായി ചായക്കടകൾ, ഹോട്ടലുകൾ, ബേക്കറികൾ തുടങ്ങിയവ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഇതിൽ 2 പ്രാവശ്യം ഇവിടെ ഈ പറയുന്നത് ഏറ്റെടുത്ത കരാർ ജോലിക്കാർ ഇതിന് വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ പോലും, റോട്ടിലുള്ള വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു ഫലവത്തായി വരുന്നില്ല. ബസ്സുകളുടെ അനിയന്ത്രിതമായ ഓട്ടമാണ് മറ്റൊന്ന്. ഒരു ബസ് പോയി കഴിഞ്ഞാൽ മിനിറ്റുകളോളം അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന പൊടി നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 4-5 തവണയെങ്കിലും ഈ പറയുന്ന ഈ വർക്ക് തീരുന്നത് വരെ ഇതിൽ വെള്ളം അടിച്ച് ഇതിനുള്ളൊരു സംവിധാനം ഒരുക്കണമെന്നും കൂടി ആവശ്യപ്പെടുന്നു. പൊടിയുണ്ടെന്ന് വകവയ്ക്കാതെ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ അതിവേഗതയിലാണ് കടന്നുപോകുന്നത്. ഇത്തരം വാഹനങ്ങളെ ടൗണിൽ നിയന്ത്രിക്കാൻ പോലീസ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ടവർ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ റോഡ് നിർമ്മാണം കൂടി കഴിയുമ്പോഴേക്കും അലനല്ലൂർ ടൗൺ തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വർക്ക് 2 മാസത്തോളമായി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പീഡായിട്ടുള്ള ഒരു വർക്ക് ഇവിടെ ഇപ്പോഴും പൂർത്തീകരിച്ചു പോകുന്നില്ല. ഒന്ന്, ഇവിടെ ഈ മരങ്ങൾ മുറിച്ചിട്ടിട്ട് സൈഡിൽ ഇപ്പോഴും കിടക്കുകയാണ്. അത് എടുത്തു മാറ്റാനോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമോ നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ നനക്കൽ റോഡ് പൊടിശല്യത്തിനുള്ള നന ദിവസം നടക്കുന്നുണ്ടെങ്കിലും അത് ഒരു സ്ഥിരമായിട്ടൊരു വാഹനം ഇവിടെ ടൗണിൽ വെള്ളം അടിച്ചുകൊണ്ടിരുന്നെങ്കിലുള്ള ഇതിന് പരമാവധി പൊടിശല്യം ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ വണ്ടിയുടെ വേഗതയുടെ കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് അത്രമാത്രം വേഗത കൂടിയ ബസ്സുകൾ, ലോറികൾ പോകുമ്പോൾ പൊടി അടിച്ചു കയറുന്നത് മൂലം പല കടകളിലും ഇന്ന് ഷട്ടർ താഴ്ത്തിയിടേണ്ട അവസ്ഥാവിശേഷമാണ്. അതുകൊണ്ട് ടൗണിലുള്ള സ്പീഡ് ലിമിറ്റ് നിയന്ത്രിക്കണമെന്ന് ഇവരോട് അധികൃതരോടും പോലീസിനോടും അഭ്യർത്ഥിച്ചിട്ടും അതും വേണ്ടത്ര രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടൗണിലെ പ്രവൃത്തി മന്ദഗതിയിലാണ് നടക്കുന്നതെന്ന ആരോപണവുമുണ്ട്. പേ പിടിച്ച മനുഷ്യൻ ചത്താലും പട്ടിയെ തുടരുത് എന്ന ആരോഗ്യ കലാ സാംസ്കാരിക സമിതിയുടെ മലപ്പുറം ജില്ലാ ക്യാമ്പയിൻ്റെ ഭാഗമായി അലനല്ലൂർ ടൗണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 3 ലക്ഷം തെരുവ് പട്ടികളുണ്ടെന്നാണ് കണക്ക്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ദിവസം തോറും പട്ടികളുടെ അക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടികടി മരണം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഓരോ വർഷവും 18,000 മുതൽ 20,000 വരെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. വിഷയത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് വണ്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക സമിതി തെരുവോരങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായാണ് അലനല്ലൂരിലും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അലനല്ലൂർ ചന്തപ്പടിയിൽ നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് ഉദ്ഘാടനം ചെയ്തു. ഈ പറയുന്ന അധികാരികൾ നിസ്സംഗരായി ഇരിക്കുന്നത് പട്ടിയെ പേടിയാണോ, അതോ അതിന് തിന്നുന്ന പട്ടികളെക്കാൾ ഈ പറയുന്ന തലപ്പത്തിരിക്കുന്ന AC-കളിരുന്ന് ഈ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണോ ഇവരെക്കാൾ മോശം എന്നുള്ളത് ആണ് നമ്മളുടെ ചിന്തയിൽ വരുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ
ഈ പറയുന്ന പോലെ ഈ നാടാന്തരം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അതിനൊരു പരിസമാപ്തി അല്ലെങ്കിൽ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കുന്നതുവരെ ഇതിന്റെ കൂടെ എല്ലാ ജനങ്ങളും എല്ലാ പൊതുജനങ്ങളും അണിനിരക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ മുഹമ്മദ് റഫീഖ് അധ്യക്ഷനായി. യൂസഫ് മിഷ്കാത്തി, ഡോക്ടർ റൌഫ് വണ്ടൂർ, പ്രഭാകരൻ കളരിക്കൽ, അസൈനാർ അഞ്ചച്ചേവിടി, വ്യാപാരി വ്യവസായി യൂണിറ്റ് സെക്രട്ടറി PPK അബ്ദുറഹ്മാൻ, ട്രഷറർ നിയാസ് കൊങ്ങത്ത്, അബ്ദു കീടത്ത്, M അബ്ദു അസീസ്, യൂസഫ് ചോലയിൽ, യൂസഫ് സിറ്റി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രഭ ആനമങ്ങാടിന്റെ പേരിലുള്ള രണ്ടാമത് പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസിന്. ആനമങ്ങാട് എടത്തറ വായനശാല കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. വായനശാലയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ദേശോത്സവം എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ മുൻ MLA KNA ഖാദർ പുരസ്കാരം സമർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 25, 26, 27 തീയതികളിലാണ് ആനമങ്ങാട് എടത്തറ വായനശാലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ദേശോത്സവം നടക്കുന്നത്. 25-ന് വൈകിട്ട് 5 മണിക്ക് കവിയരങ്ങോടെ ദേശോത്സവത്തിന് കേളികൊട്ടുണരും. 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എടത്തറയിലെ മുൻകാല ഗ്രന്ഥശാല പ്രവർത്തകരെയും വിദ്യാർത്ഥി പ്രതിഭകളെയും ആദരിക്കും. ആദരിക്കൽ ചടങ്ങ് മുൻ MLA BV ശശികുമാർ ഉദ്ഘാടനം ചെയ്യും. 26-ന് വൈകിട്ട് 5 മണിക്ക് കഥാചർച്ചയും കഥയുടെ വർത്തമാനവും കഴിഞ്ഞ് പ്രഭ ആനമങ്ങാടിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാര സമർപ്പണ ചടങ്ങ് നടക്കും. ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസിന് മുൻ MLA KNA ഖാദർ പുരസ്കാരം സമർപ്പിക്കുമെന്ന് സംഘാടക സമിതി പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. 3.5 പതിറ്റാണ്ട് ചലച്ചിത്ര മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ലാൽ ജോസിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ഞങ്ങൾ എടത്തറ വായനശാലയുടെ പ്രവർത്തകർ എന്ന നിലയിലാണ് ഉള്ളത്. നമ്മൾ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് എടത്തറ വായനശാലയിലെ അതിന്റെ സ്ഥാപക പ്രവർത്തകനും അതുപോലെ തന്നെ എടത്തറക്കാരനും ക്യാപ്റ്റൻ കുഞ്ചൻ IAS എന്ന ഒറ്റ പുസ്തകത്തിലൂടെ എഴുത്തിന്റെ ലോകത്ത് സ്വന്തം അടയാളപ്പെടുത്തുന്ന നടത്തിയ ആളുമായ പ്രഭ ആനമങ്ങാട്, ഞങ്ങൾ പ്രഭേട്ടൻ എന്ന് വിളിക്കുന്ന പ്രഭ ആനമങ്ങാട് 2 വർഷം മുമ്പാണ് പുസ്തക പ്രകാശന വേദിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഞങ്ങൾ ഏർപ്പെടുത്തിയ പ്രഭ പുരസ്കാരം ഓരോ വർഷം, ഇതിന്റെ 2ാം വർഷമാണിത്. ആദ്യ വർഷം പെരിന്തൽമണ്ണയിലെ ഡോക്ടർ V വേണുഗോപാലിനാണ് ആ പുരസ്കാരം സമ്മാനിച്ചത്. അതിന്റെ 2ാമത് പ്രഭ പുരസ്കാരം ഇപ്പൊ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. സാധാരണ പ്രഭ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുരസ്കാര വിതരണം നടത്തുന്നത് മെയ് 31 അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിലാണ്. ഇപ്രാവശ്യം ഒരു മാറ്റമുണ്ട്. എടത്തറ വായനശാലയുടെ 50ാം വാർഷികം വളരെ വിപുലമായ പരിപാടികളോട് ഈ വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ നടത്തി. അതിന്റെ ഒരു സമാപനം ഈ വരുന്ന 25, 26, 27 ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ്. അതിൽ വെച്ചാണ് പ്രഭ പുരസ്കാര വിതരണം നടക്കുന്നത്. അപ്പോൾ പ്രഭ പുരസ്കാരത്തിന് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ദിവസം വരുന്നതിന് മുൻപ് തന്നെ പൊതുജനങ്ങളിൽ നിന്ന് പ്രൊപ്പോസൽ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ കിട്ടിയ പ്രൊപ്പോസലുകൾ പ്രഭ പുരസ്കാര സമിതി പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന ഒരാൾക്ക് പ്രഭ പുരസ്കാരം കൊടുക്കുകയാണ് പതിവ്. ഇപ്രാവശ്യം അതുപോലെ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. ആ അഭിപ്രായങ്ങൾ പ്രഭ പുരസ്കാര സമിതി പരിശോധിച്ചതിൽ നിന്ന് നമ്മൾ ഈ വർഷം പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് പ്രശസ്ത സിനിമാ സംവിധായകൻ ലാൽ ജോസിനെയാണ്. ഒറ്റപ്പാലത്തുകാരനാണ്. സാധാരണക്കാരന്റെ സിനിമ ചെയ്ത ആളാണ്. സിനിമയുടെ ലോകത്ത് ഏകദേശം 35 വർഷത്തോളം വിവിധ മേഖലകളിൽ ജോലി ചെയ്ത ആളാണ്. സാധാരണക്കാരുമായി അടുപ്പം സൂക്ഷിക്കുന്ന ആളാണ്. നമ്മുടെ പ്രദേശത്ത് കൂടി ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ച് ഉചിതമായ ഒരു തീരുമാനം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ലാൽ ജോസിനെ പുരസ്കാരത്തിനായി നമ്മൾ തെരഞ്ഞെടുത്തത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പ്രഭ പുരസ്കാരം. 3-ാം ദിവസം 27-ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. എടത്തറ വായനശാലയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തിൽ വ്യത്യസ്തമായ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് VT അബ്ദുൽ ഹമീദ്, സെക്രട്ടറി KM അബ്ദുൽ ഗഫൂർ, പ്രതീഷ് E ജൂനിയർ, C സന്തോഷ് കുമാർ, E ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കോതകുറിശി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഡിസംബർ 24-ന് തുടക്കമാകും. ജയേഷ് ശർമ്മ ഭാഗവത ആചാര്യനാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോതകുറിശി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഥമ ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഡിസംബർ 24-ന് തുടക്കമാകുന്നത്. വൈകിട്ട് 4-ന് ക്ഷേത്രം തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തുന്നതോടെ സപ്താഹ യജ്ഞത്തിന് തുടക്കമാകും. ജയേഷ് ശർമ്മ ഭാഗവത ആചാര്യനാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോതകുറിശി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം
ഡിസംബർ 24 മുതൽ 31 വരെ ആഘോഷിക്കുകയാണ്. ബ്രഹ്മശ്രീ സുധാംശു ജയേഷ് ശർമാജിയാണ് ഇതിൻ്റെ യജ്ഞാചാര്യൻ. 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർത്തിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി, ആചാര്യൻ പ്രസാദ് പുളിക്കൽ, തായമ്പക വിദ്വാൻ പനമണ്ണ ശശി, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള അജിൻ ചന്ദ്രൻ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിപ്പാട് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. 7 ദിവസങ്ങളിലായി വിശേഷാൽ പൂജകളും വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഒറ്റപ്പാലത്തെ വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിൽ സപ്താഹ കമ്മിറ്റി ചെയർമാൻ സുധീർ പടിയത്ത്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി അയ്യപ്പൻ, കമ്മിറ്റി മെമ്പർ ടി പി മോഹനൻ, മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിൻ ആർ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ദീർഘകാലം ശ്രീകൃഷ്ണപുരം CG പണിക്കർ സ്മാരക ആശ്രയ പകൽ പരിപാലന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച പുത്തൂരത്ത് സുകുമാരനെ അനുസ്മരിച്ചു. MES പാലിയേറ്റീവ് കെയർ ഹാളിൽ നടന്ന പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗിക ജീവിതത്തിലും പൊതുജീവിതത്തിലും ഏവരോടും സഹാനുഭൂതിയോടെയും ലാളിത്യത്തോടെയും മാത്രം പെരുമാറിയ സുകുമാരൻ്റെ വിയോഗം സ്വാന്തന പരിചരണ രംഗത്തും പൊതുസമൂഹത്തിനും വലിയ നഷ്ടമാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. ഒരു അസാന്നിധ്യമുണ്ട്, ഒരു ശൂന്യതയുണ്ട്. അതിനെ മറികടക്കാൻ നമുക്ക് കൂട്ടായി കഴിയുമോ എന്ന് നാം പരിശ്രമിക്കേണ്ടതാണ്. അത് എങ്ങനെയെല്ലാം നമുക്ക് കഴിയും. സുഖുവേട്ടനെ പോലെ അല്ലെങ്കിൽ പോലും അദ്ദേഹം സാന്ത്വന പരിചരണ രംഗത്തും അതുപോലെ തന്നെ സന്നദ്ധ മേഖലകളിലുമൊക്കെ നടത്തിയ ഇടപെടലുകൾക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അത് അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നുള്ള പരിശ്രമം നന്നായി നാം നടത്തേണ്ട ഒരു കാലമാണ്. ഇന്ന് പൊതുവിൽ മനുഷ്യരെ കൂടുതൽ കൂടുതൽ സ്വാർത്ഥതയിലേക്ക് നയിക്കുന്ന കാലമാണ്. എന്നെയും നിങ്ങളെയും ഒക്കെ എന്തു പ്രവർത്തനം നടത്തിയാലും തനിക്ക് എന്ത് ലാഭമുണ്ടാകും, എന്തു നേട്ടമുണ്ടാകും എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ എല്ലാറ്റിലും ലാഭം കിട്ടുമോ എന്ന് നോക്കുന്ന, എല്ലാറ്റിലും തനിക്കെന്തു നേട്ടം എന്ന ചിന്ത അറിയാതെ ഉള്ളിൽ വരുന്ന ഒരു കാലത്ത് അതിനെല്ലാം അപ്പുറത്ത് നാടിനോടും സമൂഹത്തോടും പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു വലിയ സമരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനും സാധിക്കണം. പ്രസിഡന്റ് ടി വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ബി രാജേഷ്, MK ദേവി, MK ദ്വാരകാനാഥൻ, സതിദേവി, M സൈതാലി, VC ഉണ്ണികൃഷ്ണൻ, ബിജുമോൻ പന്തീരുകുലം, M ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. സമസ്ത 100ാം വാർഷികം ശതാബ്ദി സന്ദേശയാത്രയോടനുബന്ധിച്ച് SYS ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ബൈക്ക് റാലി നടത്തി. നിരവധി പേർ റാലിയിൽ പങ്കെടുത്തു. ഈ മഹിത പൈതൃകത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ കടന്നു വന്ന പുത്തൻ കൂറ്റുകാരെ പ്രതിരോധിച്ച് കേരളീയ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ അറബിക്കടലിന്റെ ഉള്ളറകളിലേക്ക് വലിച്ചെറിഞ്ഞ ആത്മീയ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശ വിശുദ്ധ നൂറ്റാണ്ടുകളിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്ത 100ാം വാർഷിക വാഹന പ്രചരണ സന്ദേശയാത്ര ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് 24 ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് മണ്ണാർക്കാട് നൽകുന്ന സ്വീകരണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് SYS ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ബൈക്ക് റാലി നടത്തിയത്. മങ്കര വെള്ള റോഡിൽ വെച്ച് കാരാട്ടുപള്ളി മഹല്ല് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് ഹാജി പതാക ജാഥ ക്യാപ്റ്റൻ TP അബ്ദുൾ മജീദ് ഫൈസിക്ക് നൽകി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. മങ്കര കാരാട്ടുപള്ളി ഖത്തീബ് സിദ്ദിഖ് അസരി പ്രാർത്ഥന നടത്തി. SYS മണ്ഡലം ഭാരവാഹികളായ VAK ഭാവ അധ്യക്ഷത വഹിച്ചു. സമസ്ത ഒറ്റപ്പാലം മേഖലാ കോർഡിനേഷൻ കൺവീനർ A ഹംസ ലത്തീഫി,
SMF ജില്ലാ കമ്മിറ്റി അംഗം അഷ്കർ ലക്കിടി, SKJQ മേഖലാ സെക്രട്ടറി ബഷീർ അസരി, മുത്തലിബ് മൗലവി, PM റഫീഖ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. വാണിയംകുളം ജാമിയ റഹീമിയയിൽ വിളംബര റാലി സമാപിച്ചു. സമസ്ത പാലക്കാട് ജില്ലാ മുഷവറ അംഗം സേതുലവി ദാരിമി സമാപന സന്ദേശം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് വീണ്ടും പുലി. തത്തേങ്ങലത്തെ ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. കെട്ടിയിട്ടിരുന്ന വളർത്തുനായയെ പുലി കടിച്ചു കൊന്നു. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ UDF-നേറ്റ പരാജയം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ജില്ലാ നേതൃത്വത്തിന് വാർഡ് കമ്മിറ്റിയുടെ പരാതി. വാർഡ് കമ്മിറ്റിയിലെ കൗൺസിലർ പദവി റദ്ദാക്കി. മണ്ണാർക്കാട് നഗരസഭാ ഉപാധ്യക്ഷനെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. മുതിർന്ന നേതാവ് K. ബാലകൃഷ്ണനൊപ്പം തെന്നാരി വാർഡിൽ നിന്നും വിജയിച്ച AK രാധാകൃഷ്ണനും ഉപാധ്യക്ഷ പദവിക്കായി രംഗം. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂ പ്രൈം മണി ധനകാര്യ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി ഇടപാടുകാർ. പണയ സ്വർണം തിരിച്ചു നൽകാതെ കബളിപ്പിക്കുന്നതായി ഇടപാടുകാർ. കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ്. ആരോപണം നിഷേധിച്ച സ്ഥാപന അധികൃതർ. വാഹനങ്ങളുടെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് നിരക്ക് പിൻവലിക്കണമെന്ന ആവശ്യം. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രക്ഷോഭത്തിൽ. പട്ടാമ്പിയിൽ RTO ഓഫീസിലേക്ക് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.